അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് കൂടി നമുക്കൊപ്പം ഷെഡ്യൂളിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മനാഫ്, എന്തായാലും ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി. നമ്മളെയൊക്കെ വളരെ കണ്ണീര് ആഴ്ത്തിയാണ് ആ വിവരം വരുന്നത് എങ്കിൽ പോലും വളരെ ദുരൂഹതയൊക്കെ മാറി. അർജുൻ്റെ ലോറിക്ക് എന്താ സംഭവിച്ചത്, അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഈ ആദ്യ ദിവസങ്ങൾ മുതലേ തന്നെ മനാഫ് ഈ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് മനാഫിൻ്റെ മനസ്സിൽ? ഈ അർജുനെ എത്ര കാലമായിട്ട് താങ്കൾ ജോലിക്കെടുത്തിട്ടുണ്ടായിരുന്നു? അർജുന് ജോലിക്ക് വന്നത് 3.5 വർഷമായി കൂടെ. എന്താ പറയുക, അവൻ്റെ ആ 3.5 വർഷത്തിൻ്റെ ബഹുഭൂരിപക്ഷ സമയം ഞമ്മക്ക് വേണ്ടി ചെലവഴിച്ച് ആ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യുന്ന ഒരു ആളായിന്. നമ്മൾ ആകെ ഒരു പ്രയാസപ്പെട്ട 71 ദിവസമാണ് കടന്നു പോയത്. ഇപ്പം അവനെ കിട്ടി, അതിൽ സമാധാനമുണ്ട്. സന്തോഷമില്ല, സമാധാനമുണ്ട്. നമ്മളെല്ലാ ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ് അർജുൻ എവിടെയെന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം കിട്ടിക്കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു, മോനെയും കൊണ്ട് ഞാൻ മടങ്ങി വരൂ എന്നുള്ള രീതിയിൽ. ഈ ഷെഡ്യൂളിലേക്ക് പോകുമ്പോഴും എന്തായിരുന്നു മനാബിൻ്റെ മനസ്സിൽ? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? കാരണം എന്താണ് അർജുന് സംഭവിച്ചതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും. ഇന്നലെ അവസാനത്തെ ദിവസമായിരുന്നു ഡ്രഡ്ജിങ്ങിൻ്റെ എന്നുള്ളത് ഒരു ന്യൂസ് കിട്ടീനു. അപ്പം ഞാൻ ആകെ ഭയപ്പെട്ടിനു. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ നിന്നിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടായാലും വേണ്ടിയില്ല, ഞാൻ ഗംഗാവലി പോയുള്ള മണ്ണ് മുഴുവൻ അരിച്ചു പെറുക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യമായിരുന്നു. സമ്പാദിച്ച സ്വത്ത് മുഴുവൻ വിറ്റിട്ടായാലും വേണ്ടിയില്ല, അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല തീരുമാനിച്ചത്. നാട്ടിലേക്ക് പോയിക്കോ എന്ന് തന്നെ തീരുമാനിച്ച്. സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഈ നിന്ന് തന്ന എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയം ഒരുപാട് വേദികളിൽ പറയണത് നമ്മൾ ഈ 71 ദിവസമായിട്ട് കേൾക്കുന്നതാണ്. നിങ്ങളെ ഏറ്റവും ലീഡിങ് റിപ്പോർട്ടർമാരെ വരെ ഇവിടെ നിർത്തി ഇതിന് കൊടുത്ത പ്രാധാന്യം അതൊരിക്കലും നമ്മളാരും മറക്കൂല. ഞാൻ അത് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. മനാബ്, ശരിക്കും ഇടയ്ക്കൊക്കെ ഈ ദൗത്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. അനിശ്ചിതത്വം വന്നു, ദൗത്യം നിർത്തി പോകുന്നു എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴൊക്കെ തന്നെ മനാബ് എടുത്ത വ്യക്തിപരമായ ശ്രമങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കും. കാരണം മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് പോയി നേതാക്കന്മാരെ നേരിട്ട് കണ്ട ഈ ശ്രമങ്ങൾ തുടരണം. ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു മനാബിൻ്റെ പ്രവർത്തനം. അർജുനൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയണം, അർജുനെ മടക്കി കൊണ്ടുവരാമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കണം. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും താങ്കളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. അപ്പോഴൊക്കെ താങ്കൾക്കൊരു നിശ്ചയദാർഢ്യം താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും ഒരുപാട് സംശയങ്ങളൊക്കെ പറയുമ്പോഴും മനാഫിൻ്റെ മനസ്സിൽ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗംഗാവലി പുഴയ്ക്കടിയിൽ എവിടെയോ അർജുനും ലോറിയും ഒളിച്ചു കിടക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഞാൻ മറ്റേ ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാവാനാണ് ചാൻസ്. അതായത് മണ്ണിലില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുക ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാണെന്നുള്ളത്. അവിടുന്ന് തന്നെയാണ് നമുക്ക് അർജുനെ കിട്ടിയത്. നമ്മളെ വാഹനത്തിന് അധികം കേടുപാടുകൾ, അത് ചിന്നിച്ചിതറി പോണ കേടുപാടുകൾ ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. എനിക്കറിയാം വണ്ടീൻ്റെ ഉള്ളിൽ ആ ഒരു ബർത്തുണ്ട്, ആ ബർത്തിൻ്റെ ഉള്ളിൽ അവൻ കിടക്കുകയായിരിക്കും. ആ കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഓനെ കിട്ടിയതും. ഈ നമ്മളെ വണ്ടീൻ്റെ സ്പെയർ പാർട്സുകളൊന്നും അധികം കിട്ടാതായപ്പോൾ തന്നെ അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതൊക്കെ ആരോ എന്നോട് പറയണ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നിക്കണം എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഞാൻ ആ പോയൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വെയിലും ഓർമ്മയില്ല, മഴ ഓർമ്മയില്ല, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ
എന്താ പറയുക കിട്ടുന്നുള്ള ഉള്ളിലുള്ള ആ വിശ്വാസം കൊണ്ടായിരിക്കും ഞാൻ മഴ കുട ഉപയോഗിച്ചിട്ട് ഒരിക്കലും മഴത്ത് നിന്നിട്ടില്ല. മഴ കൊള്ളുകയാണെങ്കിൽ മഴ, വെയിൽ കൊള്ളുകയാണെങ്കിൽ വെയിൽ. പക്ഷെ അത്രമാത്രം മനസ്സിൽ ഉറച്ചു പോയിനു അവനെയും കൊണ്ടിട്ടേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇട്ടേച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലേനും അത് അത് തീർച്ചയാക്കിയ വിഷയനും. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കച്ചവടം മറന്നുപോയി, ഞാൻ എൻ്റെ ഫാമിലിനെ മറന്നുപോയി. പക്ഷെ ഫാമിലിനോടും എൻ്റെ മറ്റ് ജോലിക്കാരോടും ഇതൊക്കെ ഓര് നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് എന്താ പറഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് വന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടായി. ഇന്നലെയും കൂടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇനി ഒരുപാട് കാലം കൂടി ഓടേണ്ടി വരുന്നു. ഇനി ഓടാത്ത ഒരു സ്ഥലമില്ല. ബാംഗ്ലൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു അന്ത്യമായി എന്നുള്ളത് സമാധാനമുണ്ട്. മനാബിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും മനാബിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നു നല്ല മുതലാളിയാണ് ഇക്ക എന്നൊക്കെ പറഞ്ഞ് ചില പ്രേക്ഷകരൊക്കെ എഴുതുന്നുണ്ട്. ഞാനതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നാൽ ഇതേ സോഷ്യൽ മീഡിയയിലെ പല സ്ഥലങ്ങളിലും പല സ്പേസിലും താങ്കൾക്കൊരു ദുഷ്ട ലാക്കുണ്ട്, താങ്കളുടെ ലക്ഷ്യം മറ്റു ചിലതാണ്, ഇൻഷുറൻസ് വാങ്ങിയെടുക്കുന്നതാണ് താങ്കളുടെ ലക്ഷ്യം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നത് താങ്കളെ വല്ലാതെ തളർത്തിയിരുന്നു എന്ന് എനിക്കറിയുകയും ചെയ്യാം. അപ്പം മനസ്സിന് വല്ലാത്ത നൊമ്പരം ഉണ്ടാക്കുന്ന വിമർശനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു. ചില ഹാൻഡിലുകളൊക്കെ തന്നെ വളരെ നിശ്ചിതമായ വാക്കുകളിലൂടെ താങ്കളെ വിമർശിച്ചു. ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ എന്താ താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇത്രത്തോളം വേദന അനുഭവിച്ചത് മെയിനായിട്ട് ഒരു ഭാഗത്ത് അർജുനെ നഷ്ടപ്പെട്ടിക്കണ്, കച്ചവടം പോയിക്കണ്, ഫാമിലിയിൽ കുട്ടികൾക്ക് സുഖമില്ലാതാവുന്ന സമയങ്ങൾ ഉണ്ടായിക്കണ്. ഇതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മാനസികാവസ്ഥ വെച്ച് ഞാൻ തരണം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ ഓരോ കമൻറ്റുകളും ഓരോ ചാനൽ എന്താ യൂട്യൂബ് ചാനലുകാർ ഇടുന്ന വീഡിയോകളും, അതായത് നക്സലാണ്, കൊലപാതകമാണ്, ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആകെ തകർന്നു പോയി. ഒരുപാട് ദിവസങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിക്കണം ഈ വിഷയത്തിൻ്റെ പേരിൽ. പിന്നെ പക്ഷെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. അറിയനു എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച വിഷയനു. അത് അതിനിപ്പോൾ ആര് കുറ്റം പറഞ്ഞാലും എന്താ പറഞ്ഞാൽ ചില സമയത്ത് സ്വന്തം ഫാമിലി ഗ്രൂപ്പിൽ വരെ ഈ എന്താ പറയുക ഞാൻ കണ്ടിട്ടുണ്ടാവും, തലേന്ന് ഞാൻ കണ്ടിട്ടുണ്ടാവും ചന്ദനക്കൊള്ളക്കാരനായ എൻ്റെ വീഡിയോ. പക്ഷെ ഒന്നും കൂടി ഇട്ടിട്ട് ഒരു ചോദ്യമാണ്, ഇതാ മനാഫെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി ആകെ ടെൻഷനായി പോകും. ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കാലാകാലം എന്താവുകയും ഒരു കുറ്റക്കാരനെ പോലെ ജീവിക്കേണ്ടി വരുന്നു. എന്തായാലും ദൈവത്തിന് അങ്ങനെയല്ല ഒരു തീരുമാനം ഇന്നലത്തോടു കൂടി എനിക്ക് മനസ്സിലായി. അതിലെനിക്ക് സമാധാനമുണ്ട്. ഞാൻ ജീവിക്കേണ്ട സാഹചര്യത്തിലല്ല ഈ 71 ദിവസം ജീവിച്ചത്. വാടക വീട് എടുത്ത് ഇവിടെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി വെച്ചുണ്ടാക്കി അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് സാമ്പത്തികമായി ലാഭിക്കാൻ കഴിയുമോ, എവിടെ പണം ചെലവാക്കണോ അവിടെ കൃത്യമായിട്ട് പണം ചെലവാക്കിയിട്ടും ഒക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നേരിട്ടത്. എന്തായാലും ഒരു ചോര കിനിയുന്ന ആത്മാർത്ഥ താങ്കൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ച് 71 ദിവസവും താങ്കൾ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. താങ്കളുടെ നിരന്തര സാന്നിധ്യം എല്ലാ മാധ്യമപ്രവർത്തകർക്കും മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അതേസമയം താങ്കൾക്ക് ഈ വീടുമായിട്ടും വലിയ ബന്ധമുണ്ടായിരുന്നു. താങ്കൾ ഈ ശിരൂരിലെ താമസത്തിനിടയിൽ വീട്ടിലെ അർജുൻ്റെ അമ്മയെയും അർജുൻ്റെ ആളുകളെയൊക്കെ വിളിച്ചിരുന്നു. കാരണം അർജുൻ്റെ സഹോദരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, സഹോദരി ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ അമ്മയൊക്കെ ഫോൺ ചെയ്തിരുന്നു. ആ കാര്യം ആ കുടുംബത്തിന് താങ്കൾ ഒരു വലിയ അത്താണിയായിട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഡെയിലി അമ്മൻ്റെ മെസ്സേജ് വരും, അതായത് വോയിസ് മെസ്സേജ് വരും. അമ്മ എന്നും മെസ്സേജ് ചെയ്യും. തളരരുതേ എന്നാണ് എപ്പോഴും പറയുക. ആര് തളർന്നാലും മനാഫ് തളരരുതേ എന്നറിയും. കറക്റ്റ് ഞാൻ തളർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ആ ഒരു മെസ്സേജ് വരിക.
അപ്പം അത് വല്ലാത്തൊരു ഊർജ്ജമാണ് നൽകുന്നത്. പിന്നെ എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിനായിട്ട് ഞാനൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. ഞാൻ എൻ്റെ ഫാദർ മരിക്കുമ്പോൾ നമ്മൾ ഫാമിലിപരമായി സമ്പന്നന്മാരായിരുന്നു, അല്ല മീൻസ് ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചമുള്ളതായിരുന്നു. പക്ഷേ ഫാദർ മരിക്കുമ്പോൾ ഒന്നുമില്ല കയ്യിൽ. അവിടുന്ന് ഞാൻ എൻ്റെ ചെറിയ അനിയനെയും കൂട്ടിയിട്ട് ഈ ബിസിനസ്സിൽ വരുമ്പോൾ ജോലിക്കാരാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അർജുനൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല. അതായത് എൻ്റെ ജോലിക്കാരാണ് എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ സഹായിച്ചത്. അപ്പം അതിലൊരാൾ ആപത്ത് കിടക്കുകയാണ്, ഞാൻ തിരിച്ചു കൊടുക്കേണ്ട സാധനമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, ഫ്രണ്ടിൻ്റെ മോക്ക് എന്നോട് ഇന്നലെ രാത്രി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ആകാശം മുട്ട വളരണം, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാല് നിരത്ത് ഉറക്കുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കിട്ടിയ ഇതൊന്നും എന്താ പറയുക, ഒരു പ്രശസ്തിയായിട്ട് എനിക്ക് തോന്നണില്ല. ഈ സമയത്ത് എനിക്ക് ഇതൊക്കെ എന്താ പറയുക, എന്തോ കുറച്ച് കുറവായിട്ട്, മീൻസ് ഞാൻ കുറച്ച് നാണം കുടുങ്ങിയാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ ഇത്ര പ്രശസ്തിക്ക് അർഹനല്ല സത്യത്തിൽ. ഞാൻ എൻ്റെ ജോലി ചെയ്ത് അവനെ കൊണ്ടുവരൽ ഒരു അത്യാവശ്യ ഘടകം. ഇനിയും അവൻ്റെ മകന് നാളെ വലുതായിട്ട് എന്നോട് ചോദിക്കുകയാണ്, മനാഫ്ക അന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി ശ്രമിച്ചൂടെ ഇനിയും? അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് സമയമാണ്. ഞാൻ ഈ കാട്ടിയ തിടുക്കം കൂട്ടലുകൾ അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഒരു മറുപടിയാണ്. അവൻ്റെ ശരീരത്തിന് എന്താ പറയുക, എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് ഒരുവിധ എല്ലാ സംഭവങ്ങളും അവൻ്റെ ശരീരത്തിൽ ബാക്കിയായി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു ചോദിക്കുന്നു, ഇനി ഗംഗാവലി പുഴയിലാണെങ്കിൽ മീൻ കൊത്തിപ്പോണതിന് മുമ്പേ, അവൻ്റെ ശരീരം നശിച്ചു പോകുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിലെത്തിക്കണം എന്നുള്ള അതിൻ്റെ ഒരു തിടുക്കം കൂട്ടലും കൂടി സത്യത്തിൽ എൻ്റെ ഈ പ്രവൃത്തിക്ക് ഞാൻ ചില സ്ഥലത്തൊക്കെ പെരുമാറൽ 10-15 സ്ഥലത്ത് ഞാൻ പോലീസുകാരായിട്ട് 10-15 പ്രാവശ്യം ഞാൻ പോലീസുകാരായിട്ട് ഏറ്റുമുട്ടിക്കുന്നു. അപ്പം ആ തിടുക്കം കൂട്ടലൊക്കെ ഞാൻ അങ്ങനെ ആയിട്ടല്ല. എൻ്റെ ഉള്ളിലുള്ള ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരെങ്കിലും അവൻ്റെ വീട്ടിൽ വൃത്തിക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു തിടുക്കം കൂട്ടൽ ഇനി സത്യത്തിൽ എന്താ പറയുക, ഈ ജഗബോഗ ആക്കിയത്. യഥാർത്ഥത്തിലെ ഈ 71 ദിവസങ്ങൾ മനാബ് ഷിരൂറിലായിരുന്നു. മാത്രമല്ല ഈ ദൗത്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും താങ്കൾ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. സതീഷ് കൃഷ്ണ സൈൽ പോലെ കാർവാർ MLA, അദ്ദേഹം ഒരു MLA എന്നുള്ളതിൽ നമുക്കൊരു മാതൃകയായി മാറിയ ഒരാളാണ്. ഒരു പ്രശ്നത്തിലിറങ്ങിയാൽ ആ ദൗത്യം അവസാനിപ്പിക്കുന്നത് വരെ കയ്യും മെയ്യും മറന്ന് ആളുകളോടൊപ്പം നിൽക്കുക, മാധ്യമപ്രവർത്തകരോടൊപ്പം നിൽക്കുക. ഈ സതീഷ് കൃഷ്ണ സൈലിനോട് വലിയ സല്യൂട്ട് 24 നൽകുകയാണ്. ആദ്യം മുതലേ തന്നെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ തന്നെ വളരെ ചങ്ങാത്തവതയും കൂടി. താങ്കളോട് ഞാൻ ചോദിക്കാനുള്ള കാര്യം, താങ്കളെല്ലാം മറന്നാണ് സ്ഥലകാല ബോധമൊക്കെ പോയി യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ താങ്കളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്ന ഈ 71 ദിവസങ്ങൾക്കിടയിൽ താങ്കളുടെ ഭാര്യയും വീട്ടിനെയും ഒക്കെ സ്നേഹിച്ച് താങ്കൾ അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ, അതോ താങ്കളത് മറന്നിരുന്നോ? ഇല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ പല പ്രാവശ്യമായിട്ട് ഈ 2 ദിവസമായിട്ട് ഒരു 4 ദിവസം ഞാൻ അവിടെ വീട്ടിൽ പോയി നിന്നിക്കണേ. പിന്നെ അതിൽ കൂടുതൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എന്നോ പറഞ്ഞു, ഇവിടെ നിൽക്കണേക്കാട്ടി നല്ല നിങ്ങൾ ശിരൂര് പോയി നിൽക്കണതാണ്. കാരണം എന്നെ സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഊണിലും ഉറക്കിലും ഫുൾ ടൈം തന്നെയാണ്. വേറെ കച്ചവടമോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ആരെ വിളിക്കണം, എവിടുന്ന് തുടങ്ങണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഓരോ വിളിക്കണം, സ്വാമീജിനെ വിളിക്കണം. നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ്. ആ സ്വാമീജിൻ്റെ സമരത്തിൽ ഞാനും ഉണ്ടായിന് ഓരോ കൂടെ.
ഇവിടെ കർണാടകയിൽ സമരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ അന്നന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ കന്നഡ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ മലയാളം ചാനലിനെക്കാട്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കന്നഡ ചാനലിലാണ്. ഈ വിഷയത്തിൽ ഇന്നലെ പോലും സതീശയിൽ പറഞ്ഞത് ഒരു തരത്തിൽ ഈ വിട്ടിയില്ല നമ്മളെ, ഇനി പൊയ്ക്കോ നാട്ടിലേക്ക് എന്ന്. അതാണ് അവസാനമായിട്ട് മൂപ്പര് സതീശയിൽ എന്നോട് പറഞ്ഞത്. കാരണം ആരെയും ഈ വിഷയത്തിൽ ഒരു സാധാരണക്കാരന് ഏത് നേതാക്കന്മാർ ഉറങ്ങാനും സ്വസ്ഥത ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് MP രാഘവേട്ടനായിക്കോട്ടെ സതീശയിലായിക്കോട്ടെ, ഞാൻ പിന്നാമ്പുറത്ത് എല്ലാത്തിൻ്റെ പിന്നിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്നെക്കൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തിക്കണ്. അത് ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധികൾ KR ഗോപികൃഷ്ണനും ദീപക് തർമ്മടും ഉണ്ട്. KR ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ മനാബ് വാക്ക് പാലിച്ചു. കാരണം ഈ ദൗത്യം 71 ദിവസം നീണ്ടുപോയെങ്കിലും അത് ഒരേ മനസ്സോടെ അദ്ദേഹം കാർവാർ MLA-ക്കും അതുപോലെ കാർവാറിലെ SP-ക്കും ഒപ്പം തന്നെ പ്രവർത്തിച്ച്, ഒരു കാർവാർ ജില്ലാ കളക്ടർ ഒപ്പം പ്രവർത്തിച്ച് തൻ്റെ മനസ്സിനെ കീഴടക്കിയിരുന്ന ഒരു പ്രശ്നത്തിന് താങ്കൾ മനാബ് മറുപടി കണ്ടെത്തി. ഈ കണ്ണാടിക്കലെ വീടിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മനാബിനോട് ഗോപികൃഷ്ണൻ എന്താണ് പറയാനുള്ളത്? SK, ഞാൻ മനാഫ് പറയുന്നത് കേൾക്കുകയായിരുന്നു. നമുക്കറിയാം ഈ മനാഫ് അർജുനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, തീവ്രമായ ശ്രമങ്ങൾ, ഊണിലും ഉറക്കത്തിലുമൊക്കെ മനാഫിന്റെ വിചാരങ്ങളും ഇടപെടലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അർജുനെ കണ്ടെത്തണമെന്നുള്ളതായിരുന്നു. അതൊക്കെ മനാഫ് ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചു. പക്ഷേ ആ ഘട്ടത്തിലും നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ തന്നെ പല സമൂഹ മാധ്യമങ്ങളിലും മനാഫിന് ചില ദുഷ്ടലാക്കുണ്ട്, അതുകൊണ്ടാണ് മനാഫ് ഇങ്ങനെ ഇതിന് പിന്നാലെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും മനാഫിന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മനാഫ് തന്നെ പറഞ്ഞതുപോലെ എപ്പോഴൊക്കെയാണോ മാനസികമായി മനാഫ് തളർന്നിരുന്നത്, അപ്പോൾ ഇവിടെ അർജുന്റെ അമ്മ ഷീലയുടെ ഒരു ശബ്ദ സന്ദേശം മനാഫിനെ തേടിയെത്തുന്നു. അപ്പോൾ അത് മനാഫിന് ഒരു പുതിയ ഊർജ്ജം കൊടുക്കുന്നു. വീണ്ടും മനാഫ് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമാകുന്നു. അതൊക്കെ നമ്മൾ കേട്ടു. ഇവിടെ SK കണ്ണാടിക്കലിൽ അർജുൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുടുംബം ഇപ്പോൾ അർജുന്റെ അവസാന യാത്രയ്ക്ക് വേണ്ടി അർജുന്റെ മൃതശരീരം ഈ വീട്ടിലേക്ക് വരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ, ഇന്നലെ 72 ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ ഇന്നലെ ശിരൂരിൽ നിന്ന് ഗോപികൃഷ്ണൻ, ഞാൻ ഗോപിയിലേക്ക് വരാം. മനാഫ്, ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം ചോദിക്കുന്നു. ഇപ്പോൾ ഇന്ന് DNA പരിശോധനയുണ്ട്, അതുപോലെ മൃതദേഹം കൈമാറണം. ആ കാര്യങ്ങളൊക്കെ എത്ര വേഗം നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ? എന്തായാലും ഇന്നലെ ഞാൻ ആ മാധ്യമങ്ങളെ കൂട്ടാതെ ഒറ്റക്ക് താഴോട്ട് വരണമെന്ന് പറഞ്ഞ് പോയി. കാരണം തന്നെ ഇവരെ ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അർജുനെ കാണുമ്പോൾ. ഞാൻ ആ മൃതദേഹം കണ്ടു. അപ്പോൾ ആ സമയത്ത് തന്നെ DYSP കൂടെ ഉണ്ടായിരുന്നു. DYSP എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് നാളെ തന്നെ കൊണ്ടുപോയിക്കൂടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പം തന്നെ പറഞ്ഞിരിക്കണ്, ഇല്ല, DNA പരിശോധന നടക്കേണ്ടതുണ്ട്, അത് നടന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പറഞ്ഞേക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. 2 ദിവസം എന്തായാലും വേണമെന്നുള്ളത് പറഞ്ഞതാണ്. മനാബ്, യഥാർത്ഥത്തിൽ ഈ 71 ദിവസത്തെ താങ്കളുടെ ഷിരൂർ വാസത്തിനിടയിൽ താങ്കളെ ഏറ്റവും മനസ്സിനെ മതിച്ച വിഷയം എന്തായിരുന്നു? പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ തന്നെ ഈ ആൻറ്റി ക്ലൈമാക്സ് പോലെ ദൗത്യം നിർത്തിവെക്കുന്നു, കാലാവസ്ഥ മോശമാകുന്നു, ഗംഗാവലി പുഴ കലുഷിതമാകുന്നു, അടിയൊഴുക്ക് കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു. അപ്പോൾ താങ്കൾ ഈ 71 ദിവസത്തിൽ ആലോചിക്കുമ്പോൾ താങ്കളുടെ മനസ്സിനെ ഒരിക്കലും മറക്കാത്ത സംഭവം എന്തായിരുന്നു? ഒരിക്കലും മറക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സമയത്ത് ട്രെയിന് സ്റ്റോപ്പില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഞാൻ നിർത്തിച്ചിക്കണ്. ഒരിക്കലും മറക്കാത്ത വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജില്ലയിലെ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് മൂപ്പരെ തല്ലി ഞാൻ മേടിച്ചിക്കണ്. ഞാൻ അത്ഭുതപ്പെട്ടിക്കണ്. എനിക്ക് അടി കിട്ടുമ്പോൾ എന്താ വേദനിക്കാത്തതെന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം അടി വാങ്ങിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. വീഡിയോ എടുക്കാൻ അപ്പോഴാണ് ബോധം വന്നത്. അടി ചിലവർ പറഞ്ഞേക്കല്ലോ, തല്ല് കിട്ടുമ്പോഴേ ബോധം വരുള്ളൂ. എനിക്ക് അപ്പോഴാണ് ബോധം വന്നത് അത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതിന് ശേഷം എപ്പോൾ അടിക്കാൻ വന്നാലും ഞാൻ വെറുതെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചാളും. അപ്പോൾ പിന്നെ ഓല് പോകും. അങ്ങനെ
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊന്നും എനിക്ക് തൽക്കാലം ഇതിൽ പറയാൻ പോലും കഴിയില്ല. അങ്ങനെയൊക്കെ ചെയ്തിക്കണം. ഇതൊക്കെ ഒരു നല്ല കാര്യത്തിനാണ് പലതരത്തിലും മെനക്കെട്ടത്. ഇതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടാതായപ്പോൾ ഞാൻ തന്നെ ഗംഗാവലി പോയിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ അർജുനോട് ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് വിടാണ്ടോന്ന് ചോദിക്കുന്നു. കാരണം ഇത്രയൊക്കെ കളിച്ചിട്ടും കിട്ടണില്ല അറിയുമ്പോൾ അത്ഭുതമായി എനിക്കത്. പക്ഷെ ഓൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിന്. സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മനോവേ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട് മനോവേ, പറഞ്ഞോളൂ. ഓൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിന്. എൻ്റെ മോന് മനാഫിൻ്റെ വണ്ടിയും കൊണ്ടിട്ട് എങ്ങോട്ടും ഓടിപ്പോയില്ല കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, അമ്മ എന്താ പറയണതെന്ന്. കാരണം നമ്മൾ സാധാരണക്കാരാണല്ലോ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ലോ ക്ലാസ് യൂട്യൂബ് ചാനലുകാരുടെ ഇതിൽ വീണു പോകും. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതോ യൂട്യൂബർ പറഞ്ഞതാണ്, അവൻ വണ്ടിയും കൊണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മ അതും കൂടി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ നമ്മളെ അർജുനെ അമ്മക്ക് അറിഞ്ഞൂടെ, മറ്റുള്ളവർ പോയി പണി വെക്കാൻ പറയും. ഞാൻ പറഞ്ഞു, നമ്മക്കൊക്കെ ഒരു ദിവസം തെളിയും, ഞാനത് തെളിയിച്ചിട്ടേ വിടുകയുള്ളൂ. എന്താ അറിയില്ല, ഇങ്ങനെയൊക്കെ ആയത് ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഞാനെന്താ ഇങ്ങനെയെന്ന്. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയിന്. കാരണം എന്താ പറയുക, ആരോ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങണ ഒരു ക്യാരക്ടറാണ്. 12 മണി വരെയൊക്കെ ഒരു കാലത്ത് ഉറങ്ങിയ ആളാ. അങ്ങനത്തെ ഞാൻ ഏത് സമയത്തും ഉറക്കേ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പ്രയാസപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ഓക്കെ മനാബ്, എന്തായാലും താങ്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്കൾ അർജുനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് താങ്കൾ നടപ്പിലാക്കി. ഇനി താങ്കൾ നേരെ പോയി കർണാടകയിലെ അമ്മയെ കാണുക. അമ്മയെ കണ്ട് താങ്കളുടെ ദൗത്യം നിറവേറ്റിയ കാര്യം അമ്മയ്ക്ക് അറിയാം, അമ്മയോട് പറയുക. ഇപ്പം നമ്മുടെ ആൾക്കാർ ഇപ്പം കർണാടകയിലെ വീടിൻ്റെ മുമ്പിലുണ്ട്. അമ്മയോട് അവരത് ചിലപ്പോൾ പറയും. ദീപക് ധർമ്മടവും അതുപോലെ കെ ആർ ഗോപികൃഷ്ണൻ അവിടെ ഉണ്ട്. എന്നിട്ട് താങ്കൾ നേരെ വീട്ടിൽ പോയി ഭാര്യയോടും കുടുംബത്തിനോടൊപ്പം ഒരു 4-5 ദിവസം ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു മനാവ്. നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോറി മുതലാളി നമുക്ക് സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നഷ്ടപ്പെട്ടു പോയ തൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരന് വേണ്ടി 71 ദിവസം കർണാടകത്തിലെ ഷിരൂരിൽ കൈയും മെയ്യും മറന്ന് പോലീസുകാരൻ്റെ തെറിവിളിയൊക്കെ കേട്ട് അടിയുമൊക്കെ വാങ്ങിച്ചു പിടിച്ച് ഒരാളിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു മനാവ്. താങ്കൾ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടായിരുന്നു, ചാനൽ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ.